നമ്മുടെ ലൈഫ് ക്രിയേറ്റ് ചെയ്ത ആൾക്കാർ നമ്മൾ തന്നെയാണ്. അപ്പം നമ്മുടെ അച്ഛനും അമ്മയെ പോലും ചൂസ് ചെയ്യുന്നത് നമ്മളാണ്. നമ്മൾ ലൈഫിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ആൾക്കാരൊന്നും ആയിരിക്കരുത് നമ്മൾ ലൈഫിൽ കൂടെ നിൽക്കുന്ന ആൾക്കാർ. അപ്പം നമ്മുടെ ഒരു ലൈഫിനെ രക്ഷപ്പെടുത്താൻ നമ്മുടെ പല വഴികളും നമ്മുടെ ലൈഫിലേക്ക് വരും. യൂണിവേഴ്സിന് ഓരോ പോസിബിലിറ്റീസ് നമ്മുടെ ലൈഫിൽ രക്ഷപ്പെടാൻ വേണ്ടി പോസിബിലിറ്റി തരാൻ മാത്രമേ പറ്റുള്ളൂ. അത് ഫൈനൽ ഡിസിഷൻ എടുത്ത് അത് ചെയ്യേണ്ട ആൾക്കാർ നമ്മളാണ്. ദിവ്യ മാം, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ആത്മാർത്ഥമായി ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് നേടാൻ വേണ്ടിയിട്ട് ഈ പ്രപഞ്ചം മുഴുവൻ നമ്മളുടെ കൂടെ നിൽക്കും എന്നൊരു വാചകമൊക്കെ കേട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ മറ്റൊരു വേർഷൻ ഞാൻ ചോദിക്കാം. ഇപ്പോൾ എൻ്റെ ഏറ്റവും മോശം അവസ്ഥ, ആ ഒരു മോശം അവസ്ഥയിൽ ഇപ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്ന കുറച്ച് ആൾക്കാർ കാണുമല്ലോ, ഇവരൊക്കെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കിപ്പോൾ ഓക്കെ ആകാമായിരുന്നു. അതിൻ്റെ അപ്പുറത്തേക്കും ചില കോളുകൾ അപ്രതീക്ഷിതമായി നമ്മളെ തേടിയെത്തും ഒരു ലോങ് ഗ്യാപ്പിനൊക്കെ ശേഷം. അപ്പോൾ അവർ വിളിച്ചിട്ട് നമ്മളോട് ഓക്കെ ആണോ, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, എനിക്ക് ഇങ്ങനെ തോന്നി, എന്തോ പ്രശ്നമുണ്ടെന്ന്. അപ്പോൾ നമുക്ക് തോന്നില്ലേ, ഇവരെ ഒന്നും എൻ്റെ ജീവിതത്തിൽ ഞാൻ വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല, എൻ്റെ വ്യക്തിപരമായ ജീവിതം ഇവർക്കറിയില്ല, പക്ഷെ എന്തുകൊണ്ടായിരിക്കാം എൻ്റെ മോശം അവസ്ഥയിൽ അവർക്ക് എന്നെ വിളിക്കാൻ തോന്നിയത്? ഓക്കെ, അതായത് നമ്മൾ ലൈഫിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ആൾക്കാരൊന്നും ആയിരിക്കരുത് നമ്മൾ ലൈഫിൽ കൂടെ നിൽക്കുന്ന ആൾക്കാർ. നമ്മുടെ ഏറ്റവും മോശം അവസ്ഥ ചിലപ്പോൾ നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത ആൾക്കാരായിരിക്കും. ഓക്കെ, സോ നമ്മുടെ എല്ലായിടത്തും എപ്പോഴും മുമ്പ് പറഞ്ഞ ഒരു വിൻഡോ എപ്പോഴും ഓപ്പൺ ആയിട്ടിരിക്കും. ഓക്കെ, അത് നമ്മുടെ ബിലീഫ് സിസ്റ്റമൊക്കെ അനുസരിച്ചിരിക്കും അത് എത്രത്തോളം ഈസിയായിട്ട് നമ്മളിലേക്ക് വരുന്നു എന്നുള്ള കാര്യം. അപ്പം നമ്മളൊരു മോശാവസ്ഥ ഇരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ മോശാവസ്ഥ ഇരിക്കുമ്പോൾ എന്തായിരിക്കും ചെയ്യുക? ഒന്ന് നമ്മൾ പ്രാർത്ഥിക്കും, അല്ലെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ ഭയങ്കരമായിട്ട് അതിനെക്കുറിച്ച് കൺസേൺ ആയിരിക്കും അല്ലേ. അപ്പോൾ ഈ റിപ്പീറ്റഡായിട്ട് മോശാവസ്ഥ വരുന്നത് എന്തുകൊണ്ടായിരിക്കും? നമ്മുടെ ചിലപ്പോൾ നമ്മൾ നെഗറ്റീവിനെ അട്രാക്ട് ചെയ്ത കൂടുതൽ നെഗറ്റീവ് കാര്യങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കും അല്ലേ, ആ ഒരു കാര്യം കൊണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു സമയത്ത് എല്ലാവർക്കും നല്ലത് ചീത്ത എന്ന് പറയുന്ന കാര്യങ്ങളുണ്ട്. ഒരു സർക്കംസ്റ്റാൻസും പെർമനൻ്റ് അല്ല ഉള്ള ഒരാളുടെ ലൈഫിൽ. അതുകൊണ്ട് ഒരു അവസ്ഥ വന്ന് റിപ്പീറ്റഡ് അവസ്ഥ നമ്മുടെ ലൈഫ് തീർന്നല്ല, ഇതൊന്നും പെർമനൻ്റ് അല്ല, ഇതെല്ലാം മാറും. ചിലപ്പോൾ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഏതെങ്കിലും നമ്മളൊന്നും എക്സ്പെക്ട് ചെയ്യാത്തൊരു ഫോൺ കോൾ ആയിരിക്കും ചിലപ്പോൾ നമുക്ക് കിട്ടുന്ന ഏറ്റവും നല്ല ആ ഒരു അവസ്ഥയിൽ നിന്ന് മാറാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ. അല്ലെങ്കിൽ എന്തെങ്കിലും ഇതുപോലുള്ള എന്തെങ്കിലും പ്രോഗ്രാംസ് ആയിരിക്കും നമ്മളെ മാറ്റിയെടുക്കാൻ പറ്റുക, അല്ലെങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ. അത് പറഞ്ഞാൽ ഒരാളെ നമ്മൾ വെറുതെ കാണുന്നില്ല, ഒരു പ്രോഗ്രാം പോലും നമ്മൾ വെറുതെ കാണുന്നില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും റീസൺ കൊണ്ടായിരിക്കും. പക്ഷേ ഇവിടെ ഏറ്റവും വലിയ ഫാക്ട് നമ്മൾ എത്ര പേര് അത് യൂസ് ചെയ്യുന്നു, ചൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പം ആരുടെങ്കിലും ഒരു മോശാവസ്ഥയിൽ താങ്കളോട് വിളിച്ചു, താങ്കളൊരു സൊല്യൂഷൻ പറഞ്ഞു കൊടുത്തു, അത് എത്ര പേര് അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് കാര്യം അല്ലേ. അതായത് ദൈവത്തിന് ആൾക്കാരെ സെൻഡ് ചെയ്യാൻ മാത്രമേ പറ്റൂ, അല്ല യൂണിവേഴ്സിന് ഓരോ പോസിബിലിറ്റീസ് നമ്മൾ ലൈഫിൽ രക്ഷപ്പെടാൻ വേണ്ടി പോസിബിലിറ്റി തരാൻ മാത്രമേ പറ്റുള്ളൂ. അത് ഫൈനൽ ഡിസിഷൻ എടുത്ത് അത് ചെയ്യേണ്ട ആൾക്കാർ നമ്മളാണ്. അപ്പം നമ്മുടെ ലൈഫ് എത്രത്തോളം ഈസി ആയിട്ട് അത് പെട്ടെന്ന് മാറ്റണം ഡിസൈഡ് ചെയ്യുന്ന ആൾക്കാർ നമ്മളാണ്. അല്ലാതെ നമ്മൾ അതിനൊരു ടൈം, അങ്ങനെ ടൈമൊന്നുമില്ല. ഓക്കെ, കറക്റ്റ് ടൈമൊന്നും സംഭവമൊന്നുമില്ല. അത് എവിടെ നിന്ന് കിട്ടുന്നു അത് കറക്റ്റായിട്ട് അത് കാര്യം കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്ത് എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്ത് അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിച്ച് മുമ്പോട്ട് പോകാന്നുള്ളൂ. കാരണം നമ്മൾ തന്നെയാണല്ലോ സൊല്യൂഷൻ. നമ്മുടെ പ്രശ്നങ്ങളുടെ സൊല്യൂഷൻസ് നമ്മുടെ അടുത്ത് തന്നെയാണ്. ഓഫ്കോഴ്സ് നമ്മുടെ അടുത്ത്. നമ്മൾ ഈ നമുക്കുള്ള അല്ലെങ്കിൽ ആ ഒരു യൂണിവേഴ്സൽ കണക്ഷൻ കൊണ്ടായിരിക്കും യൂണിവേഴ്സൽ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ അടുത്തേക്ക് വരുന്നത്. യൂണിവേഴ്സൽ കണക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫ്കോഴ്സ് യൂണിവേഴ്സൽ എനർജിയാണ്, എല്ലാം യൂണിവേഴ്സൽ എനർജിയാണ്. ഓക്കെ, അപ്പം നമ്മുടെ ഒരു ലൈഫിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി പല വഴികളും നമ്മുടെ ലൈഫിലേക്ക് വരും. ഓക്കെ, പല വഴികൾ, പല വ്യക്തികൾ വരും, ചിലപ്പോൾ വല്ല ആടായിട്ട് വരും, അങ്ങനെ പല രീതി വരും. നമ്മൾ എത്ര പേരായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാര്യം. ഓക്കെ, ദൈവം പല പല കാര്യങ്ങളായിട്ട് ഇട്ട് വരും. അപ്പം ഒരു സ്റ്റോറി പറഞ്ഞപ്പോൾ ഒരു സന്യാസിയുടെ ഒരു കഥയില്ലേ, നിങ്ങൾ കേട്ടോണ്ടെന്ന് അറിയില്ല. ഓക്കെ, ഒരു സന്യാസി എന്താ പറയുക, വെള്ളപ്പൊക്കം ഭയങ്കര ദൈവഭക്തനാണ്. അപ്പോൾ ആ നാട്ടിൽ ഭയങ്കരമായിട്ട് വെള്ളപ്പൊക്കം വന്നപ്പോൾ തന്നെ ഇദ്ദേഹം പറയാണ്, ഞാൻ ദൈവത്തെ വിളിച്ചുകൊണ്ട് ദൈവനെ രക്ഷിക്കുന്നു. അപ്പോൾ കുറേ ആൾക്കാർ വന്നിട്ട് പറഞ്ഞു, സന്യാസി നമുക്ക് രക്ഷപ്പെടാൻ വെള്ളം പൊങ്ങുമെന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു, ഇല്ല, ദൈവത്തിനെ ഭയങ്കരമായിട്ട് വിളിക്കുക, ദൈവം രക്ഷിക്കുമെന്ന് പറഞ്ഞു. വീണ്ടും ആൾക്കാർ ബോട്ടുമായിട്ട് വന്നിട്ട് പറഞ്ഞു, നമുക്ക് പോകാം, ഇവിടെ വെള്ളം പൊങ്ങും, രക്ഷപ്പെടണം എന്ന് പറഞ്ഞു. പുള്ളി എന്തിനാ സമ്മതിച്ചില്ല, ദൈവനെ രക്ഷിക്കും, ദൈവം വരട്ടെ എന്ന് പറഞ്ഞിട്ടിരുന്നു. വീണ്ടും ആൾക്കാർ വന്നു, പക്ഷെ പുള്ളി പോയില്ല. ഇതെല്ലാം വെള്ളം പൊങ്ങി പുള്ളി മരിച്ചു. സ്വർഗ്ഗത്തിലെത്തിയപ്പോൾ പുള്ളി ചോദിച്ചു, ദൈവത്തോട് ചോദിച്ചു, ദൈവം ഞാൻ ഇത്രയും നിന്നെ പ്രാർത്ഥിച്ചു, നീ എന്നെ രക്ഷപ്പെടുത്താത്തതെന്ന് ചോദിച്ചു. അപ്പോൾ ദൈവം പറഞ്ഞു, ആര് പറഞ്ഞു നിന്നെ രക്ഷപ്പെടുത്തില്ലെന്ന്? എത്ര പേരെ വിട്ടു? ആദ്യം 2-3 പേരായിട്ട് വിളിച്ചു, പിന്നെ ബോട്ടിൽ ആൾക്കാരെ വിട്ടു, വീണ്ടും ഞാൻ ആൾക്കാരെ വിട്ടു, പക്ഷെ അന്നേരം ഒന്നും നീ വന്നില്ല. ഓക്കെ, സോ അത് ദൈവം നമ്മുടെ അടുത്തേക്ക് രക്ഷപ്പെട്ട പല പല ആൾക്കാരെയും അല്ല പല കാര്യങ്ങളും നമ്മളിലേക്ക് വിടും, പക്ഷെ നമ്മൾ എത്ര പേര് ചൂസ് ചെയ്യുന്നുണ്ടെന്നാണ് കാര്യം. അപ്പൊ അത്തരം സാഹചര്യങ്ങൾ നമ്മുടെ അടുത്തേക്ക് വരും, ഉറപ്പായിട്ടും നമ്മൾ വരും. തിരഞ്ഞെടുക്കാതെ വീണ്ടും അവിടെ നിന്നിട്ട് അപ്പോഴും നമ്മൾ വിചാരിക്കും എന്റെ ലൈഫ് എന്താ ഇത്ര മോശമായി പോയിക്കൊണ്ടിരിക്കുന്നത്. ചിന്തിക്കല് വേറെ ആരെങ്കിലും വന്ന് നിങ്ങൾ നമ്മുടെ ലൈഫിനെ രക്ഷപ്പെടുത്താൻ ചിന്തിക്കരുത്. ഓക്കെ, വേറെ ആർക്കും അല്ല നമ്മുടെ ലൈഫിനെ രക്ഷപ്പെടുന്ന റെസ്പോൺസിബിലിറ്റി അത് നമുക്ക് മാത്രമുള്ളതാണ്.
ഓക്കെ, വേറെ ഒരാൾ അല്ലെങ്കിൽ ചേച്ചിയെ രക്ഷപ്പെടുത്തുന്നോ ചേട്ടനെ രക്ഷപ്പെടുത്തുന്നോ അമ്മ വരുന്നോ അച്ഛൻ വരുന്നോ കൂട്ടുകാർ വരുന്നോ ഒന്നുമില്ല. ഒരു പോയിന്റ് ഓഫ് ടൈമിൽ നമ്മൾ മാത്രമാകുന്നൊരു ടൈം ചിലപ്പോൾ അവിടെ കാണും. അവിടെ നമുക്ക് മാത്രം നമ്മുടെ കൈ പിടിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ആ ടൈമിൽ നമ്മൾ തന്നെയാണ് മനസ്സിലാക്കേണ്ടത് നമുക്കൊരു പോസിബിലിറ്റി വേണം എന്ന് മനസ്സിലാക്കി മുമ്പോട്ട് പോകേണ്ട ആൾക്കാർ. ഈ ടെലിപ്പതി പോലെ തന്നെ മറ്റൊരു കാര്യമല്ലേ ഒരു ബന്ധമില്ലാത്തവർക്ക് ഇൻറ്റ്യൂഷൻസ് തോന്നുക പറയുന്നത്? ഒരു ബന്ധം ഇല്ല എന്നല്ല, അതേ ഞാൻ പറഞ്ഞു, ചിലപ്പോൾ പാസ്റ്റ് ലൈഫ് കണക്ഷൻസ് ആയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ആരും വെറുതെ നമ്മൾ കാണുന്നോ കേൾക്കുന്നോ ഒന്നുമില്ല, എന്തെങ്കിലും റീസൺ കൊണ്ടൊക്കെ ആയിരിക്കും അത് സംഭവിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ. കാരണം നമ്മുടെ ലൈഫ് ക്രിയേറ്റ് ചെയ്ത ആൾക്കാർ നമ്മൾ തന്നെയാണ്. അതായത് നമ്മൾ ജനിക്കുന്നതിന് മുമ്പേ നമ്മൾ ലൈഫ് നമ്മൾ തന്നെ എന്താ പറയുക എഴുതി സ്ക്രിപ്റ്റ് എഴുതി പോകുന്ന ആൾക്കാരാണ് നമ്മൾ. അപ്പം നമ്മുടെ അച്ഛനും അമ്മയെ പോലും ചൂസ് ചെയ്യുന്നത് നമ്മളാണ്. അപ്പം നമ്മുടെ അച്ഛനും അമ്മയും നമ്മളാ ചൂസ് ചെയ്ത് നമ്മൾ ഡയറക്റ്റ് സിനിമ ഇങ്ങനെ പ്ലേ ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഹ്യൂമൻ മൈൻഡ് കൊണ്ട് നമ്മുടെ സ്ക്രിപ്റ്റൊക്കെ പ്ലേ ചെയ്താൽ മാറ്റിയെടുക്കാൻ പറ്റും. സിനിമയിൽ പറ്റില്ല, പക്ഷേ ഇവിടെ നമുക്ക് പറ്റും, പോസിബിൾ ആണ് എന്നുള്ളതാണ് സത്യാവസ്ഥ. ഓക്കെ, അപ്പം നമ്മുടെ എന്ത് മോശം അവസ്ഥ, എന്ത് ജീവിത സാഹചര്യം അങ്ങനെ ആയിക്കോട്ടെ, നമ്മൾ ജനിച്ചിരുന്ന വീട്ടിലായിക്കോട്ടെ, പൈസ ഇല്ലാതൊക്കെ ആയിക്കോട്ടെ, പക്ഷേ നമുക്ക് നമ്മുടെ ലൈഫിനെ മാറ്റിയെടുക്കാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അത് ഞാൻ ആദ്യം പറഞ്ഞില്ല, ഒന്നെങ്കിൽ നമ്മൾ തന്നെ നമ്മുടെ ചിന്ത കൊണ്ട് മാറ്റിയെടുക്കാം, അല്ലെങ്കിൽ നമ്മളെ ആ ഒരു തരത്തിലുള്ള ചിന്തയിലേക്ക് എത്തിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു സിറ്റുവേഷൻ ഉയർത്താൻ കഴിയുന്ന എന്തെങ്കിലും ഒരു സോഴ്സിൻ്റെ ഹെൽപ്പ് നോട്ടിട്ട് പോകാൻ പറ്റും. അങ്ങനെയുള്ളൂ. അല്ലാണ്ട് ഒരാളെ നമ്മൾ ചുമ്മാ കാണുമോ, ഇൻഡ്യൂഷനൊക്കെ പറഞ്ഞാൽ അത് ലൈഫ് കണക്ഷൻസ് കാണും അവിടെ. എനിക്ക് ഇങ്ങനെ തോന്നി വിളിക്കണം തോന്നി എന്നുള്ളത്. അതും ഈ ആൾക്കാർ വിളിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും മോശം സാഹചര്യത്തിൽ തന്നെ ആയിരിക്കും വിളിക്കുന്നത്. റെപ്പറ്റീഷൻ ആയിട്ട് ആ ഒരു കോള് അല്ലെങ്കിൽ ആ ഒരു ഡേ അല്ലെങ്കിൽ അതിന് ഡേ ആ ഒരു ദിവസം കഴിഞ്ഞിട്ട് ഈ ഒരു കോള് നമ്മളെ തേടിയെത്തും. അതിന്റെ ഒരു ഒരു തവണയൊക്കെ ആവുമ്പോൾ നമുക്ക് തോന്നും കോയിൻസിഡൻസ് ആയിരിക്കും. പക്ഷെ ഒന്നിൽ കൂടുതൽ തവണ നമ്മുടെ ലൈഫിൽ അങ്ങനെ സംഭവിക്കുമ്പോഴാണ് നമ്മൾ ചിന്തിക്കുന്നത് ഇത് എന്തുകൊണ്ടായിരിക്കും ഇപ്പം മാത്രം എനിക്ക് ഇങ്ങനെ വരുന്നത്, അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് മാത്രം ഈ കോളുകൾ എന്നെ തേടിയെത്തുന്നത് എന്നൊരു ഇത്. അതാണ് നമ്മൾ എന്തെങ്കിലും പാസ്റ്റ് ലൈഫ് കണക്ഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും അവിടെ. ഇതിനെ പറ്റി ആധികാരികമായി ചിന്തിക്കുമ്പോൾ നമ്മൾ ഈ പാസ്റ്റ് ലൈഫ് കണക്ഷൻസിനെ പറ്റിയിട്ടും ഇത്തരം കാര്യങ്ങളൊക്കെ, കാരണം കുറെ കാലഘട്ടം മുമ്പ് ഇതൊന്നും ആരും സംസാരിച്ച് കേട്ടിരുന്നില്ല. എല്ലാത്തിനെയും ഒരു കോയിൻസിഡൻസ് ആയിട്ട് തന്നെയായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. ഈ സയൻസും കാര്യങ്ങളൊക്കെ വളരുന്നത് അനുസരിച്ചിട്ടാണ് ഓരോത്തിനും ഓരോ നിർവചനങ്ങളും അതേപോലെ കാര്യങ്ങൾ. കാരണം സ്റ്റഡീസ് കൂടുന്നുണ്ടല്ലോ. ഓക്കെ, ഇപ്പോൾ പാസ്റ്റ് ലൈഫിനെ കുറിച്ചുള്ള സ്റ്റഡീസ്, അതിനെക്കുറിച്ചുള്ള എത്ര പുസ്തകങ്ങളുണ്ട് അവൈലബിൾ ആണ്. അതുപോലെ എല്ലാത്തിനെ കുറിച്ചും ഇപ്പം ടെലിപ്പതിയെ കുറിച്ചാണെങ്കിലും പാസ്റ്റ് ലൈഫ് കണക്ഷനെ കുറിച്ചാണെങ്കിലും എല്ലാത്തിനെ കുറിച്ചും സ്റ്റഡി നടക്കുന്നുണ്ട്. പണ്ട് അതിനുള്ള സോഴ്സസ് ഉണ്ടായിരുന്നില്ല, അതിനുള്ള ആൾക്കാരും. പക്ഷെ എന്നാലും നമ്മുടെ കൊച്ചിലൊക്കെ പറഞ്ഞിട്ടില്ലേ പാസ്റ്റ് ലൈഫ്, പണ്ടത്തെ ലൈഫിൽ പാപം തീർക്കാൻ ഇങ്ങോട്ട് വന്നേ, അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ കേട്ടില്ലേ. സോ അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പം കുറച്ചുകൂടി സയൻറ്റിഫിക്കായിട്ട് പ്രൂവൺ ആണ് പാസ്റ്റ് ലൈഫും കാര്യങ്ങളൊക്കെ. ഈ ഡേജാവു ഒക്കെ സംഭവിക്കുമ്പോഴേ നമുക്ക് ഭയങ്കര ഒരു ഇത് തോന്നില്ല, ഒരു വിയേർഡായിട്ട് ഇതെനിക്ക് വീണ്ടും നേരത്തെ സംഭവിച്ചിട്ടുണ്ടല്ലോ, ബ്രെയിൻ ഇങ്ങനെ സ്റ്റക്കായിരിക്കുന്ന പോലെയൊക്കെ തോന്നും. ഒരേ കാര്യം തന്നെ എൻ്റെ ജീവിതത്തിൽ നിന്ന് മുമ്പ് സംഭവിച്ചിട്ടുണ്ട്, ഇങ്ങനെ ഞാൻ സിറ്റുവേഷൻ കണ്ടിട്ടുണ്ടല്ലോ. ആ ഒരു രീതിയിൽ ആ ഒരു മൊമെന്റിൽ നമ്മൾ ഒരുമാതിരി സ്റ്റക്കായി പോകുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും. അത് നമുക്ക് ആ സമയത്ത് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, ഈ സിറ്റുവേഷൻ ഇത് തന്നെ കണ്ടിട്ടുണ്ടല്ലോ, അങ്ങനെ പറയും അല്ലേ. അത് ചിലപ്പോൾ നമ്മുടെ ലൈഫിൽ കണ്ടുപോയ കാര്യങ്ങളായിരിക്കും, അല്ലെങ്കിൽ സ്വപ്നം കണ്ട കാര്യങ്ങളൊക്കെ ആയിരിക്കും ചിലപ്പോൾ. ഓക്കെ, ചിലപ്പോൾ നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യുന്ന പോലെ തോന്നുന്നതായിരിക്കും ആ രീതിയിൽ. ഓക്കെ, താങ്ക് യു.